ഒരിടത്ത് നമ്മുടെ ഭാരതദേശത്തിലെ ആന്ധ്രാപ്രദേശ് എന്ന മനോഹരമായ സംസ്ഥാനത്ത് കൃഷ്ണ നദിയുടെ തീരത്ത് കുച്ചിപ്പുടി എന്നൊരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ഈ ഗ്രാമം കലയുടെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ഒരു തേരുമായിരുന്നു. ഇവിടെയാണ് കുച്ചിപ്പുടി എന്ന അതിമനോഹരമായ നൃത്തരൂപം പിറവിയെടുത്തത്. കുച്ചിപ്പുടിക്ക് വളരെ പഴക്കം ചെന്ന ഒരു കഥ പറയാനുണ്ട്. പണ്ടുകാലത്ത് ഭക്തിയും വിശ്വാസവും നിറഞ്ഞ ആളുകൾ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ പലതരത്തിലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു ഭക്തിപരമായ കലാരൂപമാണ് കുച്ചിപ്പുടി. ഇതിന് നാട്യശാസ്ത്രവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ നൃത്തരൂപം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. അതിലൊന്നാണ് സിദ്ധേന്ദ്ര യോഗിയുടെ കഥ. സിദ്ധേന്ദ്ര യോഗി ഒരു വലിയ ഭക്തനും പണ്ഡിതനുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ തന്റെ ജീവിതം ഭഗവാൻ കൃഷ്ണന് സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹം കൃഷ്ണന്റെ കഥകൾ പറയുന്ന ഒരു നൃത്തനാടകം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. സത്യഭാമ എന്ന കൃഷ്ണന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഥയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഭാമ കലാപം എന്നാണ് ഈ നൃത്തനാടകത്തിന് അദ്ദേഹം പേര് നൽകിയത്. സിദ്ധേന്ദ്ര യോഗി കുച്ചിപ്പുടി ഗ്രാമത്തിലെ ബ്രാഹ്മണ യുവാക്കളെ വിളിച്ചു വരുത്തി ഈ നൃത്തനാടകം പഠിപ്പിച്ചു. സ്ത്രീകൾ പൊതുവെ നൃത്തം അവതരിപ്പിക്കാതിരുന്ന ആ കാലത്ത് പുരുഷന്മാർ തന്നെ സ്ത്രീവേഷവും കെട്ടി നൃത്തം ചെയ്തു. ഈ നൃത്തനാടകം അവതരിപ്പിച്ച് അവർ ദൈവത്തെ ആരാധിക്കുകയും ആളുകൾക്ക് വിനോദം നൽകുകയും ചെയ്തു. അങ്ങനെ കുച്ചിപ്പുടി ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി പതിയെ പതിയെ മറ്റു സ്ഥലങ്ങളിലേക്കും പ്രചരിക്കാൻ തുടങ്ങി. ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലും ഈ നൃത്തനാടകം പ്രധാന ആകർഷണമായി മാറി. ഭഗവാൻ കൃഷ്ണന്റെ കഥകളും രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിലെ കഥകളും കുച്ചിപ്പുടിയിലൂടെ അവതരിപ്പിക്കപ്പെട്ടു. കുച്ചിപ്പുടി നൃത്തത്തിൽ നർത്തകർ വളരെ ആകർഷകമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. പുരുഷന്മാർ തലപ്പാവും വർണ്ണാഭമായ അങ്കിയും അരയിൽ കെട്ടാനുള്ള തുണിയുമെല്ലാം ധരിക്കുന്നു. സ്ത്രീകൾ തിളങ്ങുന്ന പട്ടുസാരികളും ധാരാളം ആഭരണങ്ങളും അണിയുന്നു. ഈ വസ്ത്രധാരണം നൃത്തത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. നർത്തകരുടെ മുഖത്തെ ചായവും വളരെ പ്രധാനപ്പെട്ടതാണ്. കഥാപാത്രങ്ങളുടെ ഭാവങ്ങൾ കൂടുതൽ വ്യക്തമായി കാണിക്കാൻ ഇത് സഹായിക്കുന്നു. കണ്ണുകൾക്ക് പ്രത്യേക രീതിയിൽ എഴുതുകയും ചുണ്ടുകൾക്ക് ചുവപ്പ് നിറം നൽകുകയും ചെയ്യുന്നു. കുച്ചിപ്പുടി നൃത്തത്തിലെ ചലനങ്ങൾ വളരെ വേഗതയുള്ളതും ആകർഷകവുമാണ്. നർത്തകർ തങ്ങളുടെ കാൽ ചലനങ്ങളിലൂടെയും കൈകളുടെ ആംഗ്യങ്ങളിലൂടെയും കഥകൾ പറയുന്നു. ഈ ആംഗ്യങ്ങളെ മുദ്രകൾ എന്നാണ് പറയുന്നത്. ഓരോ മുദ്രയ്ക്കും ഓരോ അർത്ഥമുണ്ട്. മുഖത്തെ ഭാവങ്ങൾക്കും കുച്ചിപ്പുടിയിൽ വളരെ പ്രാധാന്യമുണ്ട്. നർത്തകർ സന്തോഷം, ദുഃഖം, ദേഷ്യം, സ്നേഹം തുടങ്ങി പലതരത്തിലുള്ള വികാരങ്ങൾ അവരുടെ മുഖത്ത് പ്രകടിപ്പിക്കുന്നു. ഇതിനെ അഭിനയം എന്ന് പറയുന്നു. കുച്ചിപ്പുടി നൃത്തത്തിൽ പാട്ടുകൾക്കും സംഗീതത്തിനും വലിയ സ്ഥാനമുണ്ട്. കർണാടക സംഗീതമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. മൃദംഗം, വയലിൻ, വീണ, പുല്ലാങ്കുഴൽ തുടങ്ങിയ വാദ്യോപകരണങ്ങൾ നൃത്തത്തിന് അകമ്പടി നൽകുന്നു. പാട്ടുകൾ കൂടുതലും ദൈവസ്തുതികളും കഥകളിലെ പ്രധാന ഭാഗങ്ങളുമായിരിക്കും. കുച്ചിപ്പുടി നൃത്തത്തിൽ പലതരത്തിലുള്ള പ്രത്യേക നൃത്ത ഇനങ്ങളുണ്ട്. അതിലൊന്നാണ് തരംഗം. ഇതിൽ നർത്തകി ഒരു താളത്തിൽ ഉരുളുന്ന ഓട്ടുപാത്രത്തിന്റെ വക്കുകളിൽ മാത്രം ചുവടുവെച്ച് നൃത്തം ചെയ്യുന്നു. തലയിൽ നിറയെ വെള്ളമുള്ള പാത്രമോ വിളക്കുകളോ ബാലൻസ് ചെയ്താണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. ഇത് കാണികൾക്ക് വളരെ അത്ഭുതകരമായ ഒരനുഭവമാണ്. മറ്റൊന്നാണ് ജലചിത്ര നൃത്തം. ഇതിൽ നർത്തകി നൃത്തം ചെയ്യുമ്പോൾ കാൽവിരലുകൾ കൊണ്ട് നിലത്ത് ചിത്രങ്ങൾ വരയ്ക്കുന്നു. ഇത് വളരെ കൗതുകകരമായ ഒരു നൃത്തരൂപമാണ്. അതുപോലെ തവളയുടെ കഥ പറയുന്ന മണ്ടൂക ശബ്ദം എന്നൊരു പ്രത്യേക നൃത്ത ഇനവും കുച്ചിപ്പുടിയിലുണ്ട്. പണ്ടുകാലത്ത് കുച്ചിപ്പുടി നൃത്തം പുരുഷന്മാർ മാത്രമാണ് അവതരിപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ പിന്നീട് സ്ത്രീകളും ഈ രംഗത്തേക്ക് കടന്നുവന്നു. ഇന്ന് ധാരാളം സ്ത്രീ നർത്തകിമാർ കുച്ചിപ്പുടി പഠിക്കുകയും ലോകമെമ്പാടും ഈ കലാരൂപം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. കുച്ചിപ്പുടി പഠിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപാട് നല്ലതാണ്. ഇത് ശരീരത്തിന് നല്ല വ്യായാമം നൽകുന്നു, ഏകാഗ്രത കൂട്ടുന്നു, താളബോധം വളർത്തുന്നു. കൂടാതെ നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിക്കുന്നു. കുട്ടികളെ, കുച്ചിപ്പുടി നമ്മുടെ നാടിന്റെ ഒരു വലിയ സമ്മാനമാണ്. ഇതിന് അതിൻ്റെതായ ചരിത്രവും കഥകളും പാരമ്പര്യവും ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും കുച്ചിപ്പുടി നൃത്തം കാണാൻ അവസരം ലഭിച്ചാൽ തീർച്ചയായും അത് കാണുക. ആ മനോഹരമായ ചലനങ്ങളും വർണ്ണാഭമായ വസ്ത്രങ്ങളും ഹൃദ്യമായ സംഗീതവും നിങ്ങളെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകും. നമ്മുടെ ഈ പുരാതന കലയെ നമ്മൾ എന്നും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഇത് നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു പ്രധാന ഭാഗമാണ്. കുച്ചിപ്പുടി പോലുള്ള കലാരൂപങ്ങൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയും എക്കാലത്തും നിലനിൽക്കുകയും ചെയ്യണം. ഓരോ കുച്ചിപ്പുടി നർത്തകരും ഈ കലയെ ജീവനോടെ നിലനിർത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർ വർഷങ്ങളോളം ഇത് പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നു. അവരുടെ ഈ കഠിനാധ്വാനത്തെ നമ്മൾ ബഹുമാനിക്കണം. നിങ്ങൾക്കും കുച്ചിപ്പുടി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു നല്ല ഗുരുവിനെ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷവും അനുഭവവും നൽകും. നമ്മുടെ ഈ മനോഹരമായ കലയെ നിങ്ങൾ എന്നും ഓർക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. കുച്ചിപ്പുടി നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെയും ഭാരതത്തിന്റെയും അഭിമാനമാണ്. ഈ കലയിലൂടെ നമ്മുടെ സംസ്കാരം ലോകമെമ്പാടും പ്രകാശിക്കുന്നു.
ഓരോ കുച്ചിപ്പുടി നർത്തകിയും ഈ ദീപം കെടാതെ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ മനോഹരമായ കലയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുക, അതിനെ സ്നേഹിക്കുക, അതിനെ ബഹുമാനിക്കുക. ഇതാണ് കുച്ചിപ്പുടി നൃത്തത്തിന്റെ കഥ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഈ പുരാതന കല എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കട്ടെ.